ഹായ് ഫ്രണ്ട്സ്, മലയാളം വേണ്ടിയിട്ട് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ വേണ്ടി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. അത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്. സാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമുള്ള സിനിമയാണ്. ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തണ്ട് കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഒരു ഹൊറർ കോമഡി മാത്രമുള്ള സിനിമയാണ്. പേച്ചി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആഹാ തമിഴ് വഴിയും അതുപോലെ തന്നെ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാതെ കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തമിഴ് മൂവിയാണ്. കോഫി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമുള്ള സിനിമയാണ്. ആഹാ തമിഴ് വഴി തമിഴ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ മാത്രമുള്ള സിനിമയാണ്. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കുന്നത് കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കാം. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഡൊപ്പാമെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ സിംപ്ലി സൗത്ത് വഴി ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാതാണ്. ഓക്കെ, അടുത്തൊരു നമ്മുടെ റഹ്മാനൊക്കെ പ്രധാനമൊരു ത്രില്ലർ ഡ്രാമ മാത്രപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ തമിഴ് വേർഷനൊക്കെ നേരത്തെ റിലീസ് ചെയ്യപ്പെട്ടതാണ്. സമാറാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി മലയാള ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാതാണ്. ഓക്കെ, അടുത്തൊരു മലയാളം മൂവിയാണ്. നമ്മുടെ കലാഭവൻ ഷാജോൺ അതുപോലെ തന്നെ ബൈജോക്കെ പ്രധാനമൊരു ത്രില്ലർ ഡ്രാമ മാത്രപ്പെട്ട സിനിമയാണ്. രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോര മാക്സ് വഴിയാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഹിന്ദി സീരീസാണ്. ജോ തേരാ ഹായ് വോ മേരാ ഹായ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീരീസ് ജിയോ സിനിമ വഴി ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ പെൻഗിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ജിയോ സിനിമ വഴി മൾട്ടി ഓഡിയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു തമിഴ് സീരീസാണ്. തലവെട്ടിയൻ പാളയം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു റൊമാൻസ് ഡ്രാമ മാത്രമുള്ള സീരീസാണ്. ആമസോൺ പ്രൈം വഴി തമിഴ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹിസ് 3 ഡോട്ടേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ കാജൽ അഗർവാൾ പ്രധാനമന്ത്രി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമുള്ള സിനിമയാണ്. സത്യഭാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ തമിഴ് വേർഷൻ സൺടെക്സ്റ്റ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു ക്രൈം ത്രില്ലർ മാത്രമാണ് സീരീസാണ്. ദ മിസ്റ്ററി ഓഫ് മോക്ഷ ഐലൻഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. ബ്ലഡി ലെഗൻസി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. അടുത്തൊരു തമിഴ് സീരീസാണ്. ഗോലിസോഡ റൈസിംഗ് സീസൺ 1 എപ്പിസോഡ് 4 ഇപ്പോൾ മുതൽ Disney+ ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോയിൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തെലുങ്ക് സിനിമയാണ്. അലനാട്ടി രാമചന്ദ്ര ഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ശോശന്ന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ബുക്ക് മൈ ഷോസ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു റൊമാൻസ് ഡ്രാമ ബാത്തിലുള്ള സിനിമയാണ്. ഫസ്റ്റ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ലൈൻസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു കോമഡി ഡ്രാമ ബാത്തിലുള്ള സിനിമയാണ്. സിബേറിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ലൈൻസ്കേപ്പ് OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ നമ്മുടെ ചിയാൻ വിക്രം നായകനായെത്തിയ ഒരു ആക്ഷൻ ഫാൻറ്റസി ബാത്തിലുള്ള സിനിമയായിരുന്നു. തങ്കനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ ഇന്ന് റിലീസ് ചെയ്ത് എന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ റിലീസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 25 നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലെ OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പെക്ട് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു മലയാളം മൂവിയാണ്. നമ്മുടെ മീന പ്രധാനമന്ത്രി ഒരു ഡ്രാമ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ആനന്ദപുരം ഡയറീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT സ്വന്തമാക്കിയത് മനോര മാക്സ് ആണ്. മനോര മാക്സ് വഴി സിനിമ ഇന്ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സിനിമ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മനോര മാക്സ് വഴി സിനിമ ഒക്ടോബർ മാസം 6 OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക്
സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്ത് നമ്മുടെ ദളപതി വിജയ് നായകനെത്തിയ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ഭാഗത്തിലൂടെ സിനിമയാണ്. തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. തമിഴ്നാട്ടിലൊക്കെ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയാണ്. ദ ഗോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശമായ സിനിമ ഒക്ടോബർ മാസം 5-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളുടെ OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ മലയാളത്തിൽ നിന്ന സിനിമയാണ്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനെത്തിയൊരു ആക്ഷൻ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു. ഇടിയൻ ചന്തു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടും ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈം OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 24-ാം തീയതി ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്ത നമ്മുടെ നാനി SJ സൂര്യയൊക്കെ പ്രധാനമെത്തിയ തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ ഒരു സിനിമയായിരുന്നു. ശരിപ്പോത്ത ശനിവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 26-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ മറ്റു ഭാരതീയ ഭാഷകളും OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യുന്ന നടക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മളത്തെ വീട്ടിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഹണ്ട് പാലും പഴം എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെ OTT അപ്ഡേറ്റ്സും റിവ്യൂസും കിട്ടാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ചോദിച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.